ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മള് കെമിസ്ട്രി പോർഷൻസ് പഠിക്കാൻ പോവാണ്. കെമിസ്ട്രിയിലെ പുതിയൊരു ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് സ്ട്രക്ചർ ഓഫ് ദി ആറ്റം. സ്ട്രക്ചർ ഓഫ് ദി ആറ്റം എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പോവാണ്. കെമിസ്ട്രി ഇഷ്ടമാണ് എല്ലാവർക്കും? ഇൻട്രസ്റ്റിംഗ് ആണോ കെമിസ്ട്രി? ഇഷ്ടമാണോ? കെമിസ്ട്രി പഠിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണോ? ഈ ചാപ്റ്റർ എന്തായാലും ഇഷ്ടമായിരിക്കും, കാരണം നമ്മൾ അറിയാത്ത പുതിയ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആറ്റം എന്താ, മോളിക്യൂൾ എന്താന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ പോലും ആറ്റം എങ്ങനെയാണ്, ആറ്റത്തിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് ദി ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആറ്റം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്ന് അറിയൂ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളോട് ആറ്റം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? ആറ്റം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാൻ പറ്റുക? ഒരു സാധനത്തെ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ചോക്കാ ഞാൻ എടുക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ബോർഡിൽ എഴുതുന്ന ചോക്കില്ലേ, ചോക്ക എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോക്കിനെ ഡിവൈഡ് ചെയ്തല്ലേ, മുറിച്ച് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് ഡസ്റ്റിന്റെ പൗഡർ കിട്ടും അല്ലെ, ചോക്കിന്റെ പൗഡർ കിട്ടും അല്ലെ, ആ ഡസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ക് പൗഡർ കിട്ടും അല്ലെ, അതിനെയും പീസായിട്ട് അതിനെയും ചെറുതാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോം കിട്ടും. അതിനെയായിരുന്നു നമ്മള് ആറ്റം എന്ന് വിളിച്ചിരുന്നത് അല്ലെ. ആൻഡ് നമ്മൾ പറഞ്ഞു ആറ്റംസ് ഇൻഡിവിസിബിൾ. ആറ്റം എന്ന് പറയുന്ന വേർഡ് മീനിങ് എന്താണ്? ഇൻഡിവിസിബിൾ ആന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, ഇൻഡിവിസിബിൾ ആന്ന് പറഞ്ഞു അല്ലെ. ആറ്റത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. ആറ്റത്തിന് നമുക്ക് വിഭജിക്കാൻ വേണ്ടി പറ്റില്ല അല്ലെ, പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാണ്. നമ്മൾ മുറിച്ച് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് എന്താണോ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറഞ്ഞത്. ആൻഡ് അതിൽ കൂടുതൽ ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു സ്റ്റേജ് എത്തിയപ്പോഴാണ് നമ്മൾ അതിനെ ആറ്റം എന്ന് വിളിച്ചത് അല്ലെ. ഇനി ആ ആറ്റത്തിനകത്ത്, ഒരു ആറ്റത്തിന്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ ആറ്റത്തിന് ഇനിയും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വിഭജിക്കാൻ പറ്റുമോ, അത് ഡിവിസിബിൾ ആണോ എന്നാണ് നമ്മൾ ഇനി ഈ ചാപ്റ്ററിലൂടെ പഠിച്ചു നോക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആരെങ്കിലും വേറെ ആൾക്കാരൊക്കെ ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ, പുതിയ ആൾക്കാരെയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആറ്റത്തിനുള്ളിലെ ആൾക്കാർ. ഓക്കെ, ഒരു ആറ്റത്തിനുള്ളിലുള്ള ആൾക്കാരെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ ആണ്, what makes the atom of one element different from the atom of another element? ഒരു എലമെന്റിന്റെ ആറ്റത്തിൽ നിന്നും വേറൊരു എലമെന്റിന്റെ ആറ്റം വ്യത്യാസപ്പെടുന്നുണ്ടെങ്കിൽ, ലൈക്ക് ഇപ്പം ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ലൈക്ക് ആറ്റംസ് ആണ് അല്ലെ. അപ്പം ഓക്സിജന്റെ ആറ്റം പോലെയല്ല ഹൈഡ്രജന്റെ ആറ്റം ഇരിക്കുന്നത് അല്ലെ, ഹൈഡ്രജന്റെ ആറ്റം പോലെയല്ല വേറെ നൈട്രജന്റേത് ഇരിക്കുന്നത്, അതുപോലെയല്ല കാർബണിന്റേത്, അതുപോലെയല്ല വേറെ എലമെന്റ്സിന്റെ ആറ്റംസ് വേറെ പോലെയാ ഇരിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? ഓക്കെ, ആൻഡ് വേറൊരു ക്വസ്റ്റ്യൻ, ആർ ആറ്റംസ് റിയലി indivisible as proposed by Dalton, or are there smaller constituents inside the atom? അപ്പം ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. Atoms are really indivisible. ആറ്റംസ് ശരിക്കും ഇൻഡിവിസിബിൾ ആണോ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തെ മുറിച്ച് ഇനി മുറിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സ്റ്റേജിലാണ് നമ്മൾ ആറ്റം എന്ന് വിളിച്ചത് അല്ലെ. ഇനി ആ ആറ്റം ശരിക്കും പറഞ്ഞാൽ മുറിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനകത്ത് ഇനി വേറെ ആൾക്കാരുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുന്നതാണ് ഈ ചാപ്റ്റർ. ഓക്കെ, നമുക്ക് പഠിക്കാം. So many scientists contributed in revealing the presence of charged particles in an atom. അപ്പം ഒരു ആറ്റത്തിന്റെ അകത്ത് ചാർജ് ഉള്ള ആൾക്കാരുണ്ടെന്ന് പറയുന്നത്. ആറ്റം എന്ന് പറയുന്നത് ആസ് എൻ ആറ്റം അത് ന്യൂട്രൽ ആണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ ചാർജ് ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ പറ്റി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കണം. ഓക്കെ, ഇറ്റ് വാസ് നോൺ ബൈ 1900 that the atom was indivisible particle but contained at least one subatomic particle, the electron, identified by J.G. Thomson. അപ്പം J.G. Thomson ഇലക്ട്രോൺ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത്. Even before the electron was identified, E. Goldstein in 1886 discovered the presence of new radiations in a gas discharge, called them canal rays. അപ്പം ഗോൾഡ്സ്റ്റീൻ എന്ത് വിളിച്ചു?
കനാൽ റേസ് എന്ന് വിളിച്ചു. J.G. തോംസൺ ഇലക്ട്രോൺസിനെ കണ്ടെടുത്തു. ഇതൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. ആൻഡ് these rays are positively charged radiations which ultimately led to the discovery of another subatomic particle. അപ്പം നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളും ഉണ്ട്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും ഉണ്ട് ആറ്റത്തിനകത്ത് കേട്ടോ. നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരും പോസിറ്റീവ് ചാർജുള്ള ആൾക്കാരും ആറ്റത്തിനകത്ത് ഉണ്ട്. ഇനി അവരാരൊക്കെയാന്ന് നോക്കിയാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ this subatomic particle had a charge equal in magnitude but opposite in sign to that of electron. അപ്പം നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരാണ് എന്ത്, നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്കാർ ആറ്റത്തിനുള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് തന്നെയും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, നെഗറ്റീവ് ചാർജ് ആണ് എന്ത്, ഇലക്ട്രോൺസിനുള്ളത്. ഓക്കെ, ഇലക്ട്രോൺസിനുള്ളത്. ആൻഡ് പോസിറ്റീവ് ചാർജ് അല്ലെ, പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരാണ് പ്രോട്ടോൺസ്. ആരാ, പ്രോട്ടോൺസ്. അപ്പം പ്രോട്ടോൺസും ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺസ്, PP ഓർക്കാൻ എളുപ്പമല്ലേ, പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ. അപ്പം ആറ്റത്തിനുള്ളില് പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺസും ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസും ഉണ്ട്. അപ്പം ഇലക്ട്രോൺസും ഉണ്ട്, പ്രോട്ടോൺസും ഉണ്ട്. പ്രോട്ടോൺസിന്റെ ചാർജ് എന്താ, പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പം ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ ആ ഇൻഡിവിസിബിൾ ആണെന്ന് പറയുമ്പോഴും അതിനകത്ത് ആരൊക്കെ ഉണ്ട്, നമുക്ക് വേറെയും കുറെ ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതിന് ഡിവിസിബിൾ അല്ലേ അത്, അതെന്താ, നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട് അല്ലെ. അപ്പം ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു, എങ്കിൽ പോലും അതിനകത്ത് ആരുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട് അല്ലെ. നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺസ് ഉണ്ട്. ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസിനെ നമ്മൾ ഇലക്ട്രോൺസിന് ഫുള്ളായിട്ട് എപ്പോഴും എഴുതൂല, നമ്മൾ ജസ്റ്റ് ഈ സ്മോൾ ലെറ്റർ E എന്ന് എഴുതിയിട്ട് ഒരു നെഗറ്റീവ് ചിഹ്നം ഇടും. ഓക്കെ, അപ്പം ഇലക്ട്രോൺ എന്ന വായിക്കും. ഇലക്ട്രോണിന്റെ ചാർജ് നമ്മൾ നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺ ആയതുകൊണ്ട് നമ്മളൊരു E- എന്ന് കൊടുക്കും ഇലക്ട്രോൺസിന്റെ ചാർജ്. ഓക്കെ, E- ആയിട്ട് ഇലക്ട്രോണിന്റെ ചാർജ് കൊടുക്കും. പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്രോട്ടോൺസിന് നമ്മൾ P എന്ന് കൊടുക്കും. അതിന് നമ്മൾ ചാർജ് ഒന്നും അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല, ഇലക്ട്രോൺസിന് മാത്രം E- എന്ന് പറയുന്ന ഒരു ചാർജ് നമ്മൾ കൊടുക്കും. ഓക്കെ, so the subatomic particle had a charge equal in magnitude but opposite in sign to that of the electron. Its mass was approximately 2000 times as that of the electron. അപ്പൊ പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരുടെ മാസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ മാസിന്റെ 2000 ടൈംസ് എന്താണ്, കൂടുതലാണ്. ഓക്കെ, കൂടുതലാണ്. ആൻഡ് ഇറ്റ് വാസ് ഗിവൺ ദ നെയിം ഓഫ് പ്രോട്ടോൺ. അപ്പൊ പോസിറ്റീവ് ചാർജുള്ള ആൾക്കാർക്ക് എന്ത് പേരാണ് നമ്മൾ കൊടുത്തത്, പ്രോട്ടോൺ എന്ന് പറയുന്ന പേരാണ് നമ്മൾ കൊടുത്തത്. In general, an electron is represented as E- and a proton as P. അല്ലേ, നമ്മൾ അവിടെ എഴുതിയിട്ടില്ലേ അത്. Okay, the mass of a proton is taken as 1 unit. പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് is 1 unit. ഒരു യൂണിറ്റ് ആണ് നമ്മൾ പ്രോട്ടോണിന്റെ മാസ് ആയിട്ട് പറയാ. ആൻഡ് ഇലക്ട്രോണിന്റെ മാസ്, ഒരു ഇലക്ട്രോൺ എടുത്ത് തൂക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടൂല, അപ്പൊ നമ്മൾ നെഗ്ലിജിബിൾ ആണെന്ന് പറയാ കേട്ടോ, ഭയങ്കര ചെറിയ മാസാ. ആൻഡ് the mass of electron is considered to be negligible and its charge is -1. അപ്പം ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്, ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്, പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. അപ്പം അതാണ് ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് മാസ് ഉണ്ട് പ്രോട്ടോണിന് 2000 ടൈംസ് ഹെവിയർ ദാൻ എന്താണ്, ഇലക്ട്രോൺ ആണ് അല്ലെ. ആൻഡ് എന്താ പറയുന്നത്, ഇതിന്റെ നമ്മൾ P എന്നാ റെപ്രസെന്റ് ചെയ്യുക. ഒരു പ്രോട്ടോണിന്റെ മാസ് നമ്മൾ 1 യൂണിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് is negligible അല്ലെ. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് E- ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ E- എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യും. ആൻഡ് പ്രോട്ടോണിനെ നമ്മൾ P എന്ന് മാത്രമായിട്ട് റെപ്രസെന്റ് ചെയ്യും. ക്ലിയർ ആണോ? So it seemed that an atom was composed of protons and electrons mutually balancing their charges അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡാ,
പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്. അപ്പൊ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് വരുന്ന സമയത്ത് എന്തായി പോകും? അത് ന്യൂട്രൽ ആയി പോകും അല്ലെ, അത് ബാലൻസ്ഡ് ആയി പോകും. അപ്പം ഇലക്ട്രോൺ എത്ര എണ്ണം ഉണ്ടോ അത്ര തന്നെ പ്രോട്ടോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ആയി അല്ലെ. പോസിറ്റീവ് നെഗറ്റീവും പോസിറ്റീവ് നെഗറ്റീവും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് വരുന്ന സമയത്ത് അത് ബാലൻസ് ആയി പോകും. Okay, so it seemed that an atom was composed of protons and electrons mutually balancing their charges. അപ്പോൾ അവരുടെ ചാർജസ് ബാലൻസ് ചെയ്തു പോകും. Also appeared that the protons were in the interior of the atom. Whereas electrons could easily be removed off but not protons. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു എനർജി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ആറ്റത്തിന്റെ അകത്ത് ഇലക്ട്രോൺസിനെ പെട്ടെന്ന് പുറത്തേക്ക് മാറ്റാൻ പറ്റും. മനസ്സിലായോ? നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പിടിക്കുമ്പോഴത്തേക്കും വലിച്ചങ്ങ് പോരും. ദാറ്റ് മീൻസ് ഒരു സാധനം ആണെങ്കിൽ ഒരു പെട്ടിയാണെന്ന് അല്ലെങ്കിൽ ഒരു റൗണ്ട് ഉള്ള ഒരു സാധനമാണെന്ന് വിചാരിച്ചോ, ഇവിടെ ഏറ്റവും ഉള്ളിലായിട്ടായിരിക്കും ആരുണ്ടാവുക എന്നറിയോടാ? പ്രോട്ടോൺസ് ഉണ്ടാവുക. ആൻഡ് ഇതിന്റെ പുറത്തുള്ള സ്ഥലത്തായിരിക്കും ആരുണ്ടാവുക എന്നറിയോ? ഈ പെരിഫറിയിലായിരിക്കും ആരുണ്ടാവുക? ഇലക്ട്രോൺസ് ഉണ്ടാവുക. ഓക്കെ, പെരിഫറിയിലായിരിക്കും ഇലക്ട്രോൺസ് ഉണ്ടാവുക. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു എനർജി കൊടുത്താൽ തന്നെ ഈ ഇലക്ട്രോൺസിനെ നമുക്ക് പുറത്തേക്ക് ചാടിക്കാൻ പറ്റും. ഓക്കെ, ഏറ്റവും കുറച്ച് എനർജി കൊടുക്കുന്ന സമയത്ത് തന്നെ ഇലക്ട്രോൺസിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. പക്ഷേ പ്രോട്ടോൺസ് എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? ആ ഏറ്റവും ഉള്ളിലുള്ളത് അല്ലെ. അപ്പൊ ഇവരെയൊക്കെ മറികടന്നാൽ മാത്രമേ നമുക്ക് പ്രോട്ടോൺസിനെ നമുക്ക് അങ്ങനെ ഈസിലി ഒന്നും കിട്ടുമൊന്നുമില്ല. ഓക്കെ, പ്രോട്ടോൺസിന് നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാ. ഇലക്ട്രോൺസിനെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും, പ്രോട്ടോൺസിന് നമുക്ക് കിട്ടൂല. സോ അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ ചെയ്യുന്ന അതിന്റെ മീനിങ് എന്താ? ആ പ്രോട്ടോൺസ് കുറെ ഉള്ളിലുള്ളത്, ഇലക്ട്രോൺസ് അതിന്റെ ജസ്റ്റ് ഔട്ട് സൈഡിലാണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. പ്രോട്ടോൺസ് ഉള്ളിലായതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ ആണോ? So it also appeared that the protons were in the interior of the atom, whereas electrons could easily be removed off but not protons. നമുക്ക് ഇലക്ട്രോൺസിനെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. അവർ പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. പ്രോട്ടോൺസ് അങ്ങനെയല്ല, പ്രോട്ടോൺസ് ഉള്ളിലുള്ള ആൾക്കാരാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? എടുക്കാൻ വേണ്ടി പറ്റില്ല. Now the big question was, what sort of structure did these particles of the atom form? അപ്പം ഈ ആറ്റത്തിൽ ഞാൻ പറഞ്ഞു ഇലക്ട്രോണും ഉണ്ട് പ്രോട്ടോണും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. ഈ ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ ഈ ആറ്റത്തിനകത്ത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നിങ്ങളും ആലോചിക്കുന്നില്ലേ, ആറ്റം എന്ന് പറയുന്നതേ വളരെ 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 ചെറുതായിട്ടുള്ള സാധന, അതിനകത്ത് എങ്ങനെയാ ഈ ഇലക്ട്രോണും പ്രോട്ടോൺസ് ഒക്കെ എവിടെയാ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലെ? എവിടേക്കാ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്? നിങ്ങൾക്കും ഡൗട്ട് ഉണ്ടല്ലോ. നിങ്ങൾക്കും ഡൗട്ട് ഇല്ലേ എങ്ങനെയാ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന്? സോ അതാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. അപ്പൊ പക്ഷെ നമ്മൾ പറഞ്ഞു പ്രോട്ടോൺസ് എന്ന് പറയുന്നത് ഉള്ളിലും ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പുറത്തും ആവാനാണ് ചാൻസ് ഉള്ളത്. കാരണം എന്താ? ആ ഇലക്ട്രോൺസ് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും, പക്ഷെ പ്രോട്ടോൺസിനെ അങ്ങനെ കിട്ടുന്നില്ല. സോ ഇലക്ട്രോൺസ് പുറത്തായിരിക്കും ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു. സോ J.J. തോംസൺ, അദ്ദേഹത്തിനെ കണ്ടോ നിങ്ങള്? ടെക്സ്റ്റിലുണ്ട് ഇമേജ്. J.J. തോംസൺ was the first one to propose a model for the structure of an atom. ആറ്റത്തിന്റെ സ്ട്രക്ചർ, ആറ്റം എങ്ങനെയാന്നൊക്കെ ഫസ്റ്റ് ആയിട്ട് ഒരു മോഡൽ പ്രപ്പോസ് ചെയ്ത ആളാണ് ആര്? J.J. തോംസൺ. അദ്ദേഹത്തിനെ പറ്റി ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ബ്രിട്ടീഷ് ഫിസിസ്റ്റ് ആയിരുന്നു. was awarded the Nobel Prize in Physics. ഫിസിക്സിലെ നോബൽ പ്രൈസ് വൺ ചെയ്തു in 1906 for his work on the discovery of electrons. ഇലക്ട്രോൺസിന്റെ ഡിസ്കവറിയിൽ ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. He directed the Cavendish Laboratory at Cambridge for 35 years and 7 of his research assistants subsequently won Nobel Prizes. അപ്പം ഇദ്ദേഹത്തിനും നോബൽ പ്രൈസസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 7 അസിസ്റ്റൻസിനും എന്ത് കിട്ടിയിട്ടുണ്ട്? നോബൽ പ്രൈസസ്. റിസർച്ച് അസിസ്റ്റൻസിനും നോബൽ പ്രൈസസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അയാള് കാംബ്രിഡ്ജിലുള്ള കാവൻഡിഷ് ലബോറട്ടറി 35 ഇയേഴ്സ് ലീഡ് ചെയ്തിട്ടുള്ള ഒരു ബിഗ് മനുഷ്യനാണ് കേട്ടോ. ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഇസ് ഓൾ അബൌട്ട് J.J. തോംസൺ സർ. ഓക്കെ, സോ J.J. തോംസൺ സാറിന്റെ മോഡൽ ഓഫ് ആറ്റം. J.J. തോംസൺ സാർ എങ്ങനെയാ ആറ്റത്തിൽ എന്തായാലും പ്രോട്ടോണും ഇലക്ട്രോണും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി അത് എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക എന്നാ ചോദിക്കുന്നത്. ഓക്കെ, അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക എങ്ങനെയാന്നാ ചോദിക്കുന്നത്. സോ തോംസൺസ് മോഡൽ ഓഫ് ആൻ ആറ്റം, തോംസൺ സാറിന്റെ മോഡൽ ഓഫ് ആൻ ആറ്റം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തോംസൺ proposed the model of an atom
to be similar to that of a Christmas pudding. Okay, ക്രിസ്മസ് പുഡിംഗ് പോലെ ആറ്റം ഇരിക്കുന്നതെന്നാ പറഞ്ഞത്. ക്രിസ്മസ് പുഡിങ്ങിന് അത്രയും വലുതെന്നല്ല ഉദ്ദേശിച്ചത്. അതിനകത്ത് എങ്ങനെയാണോ, ക്രിസ്മസ് പുഡിങ്ങിനകത്ത് എങ്ങനെയാണോ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ആറ്റത്തിന്റെ ഉള്ളിലും പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നാണ് JG തോംസൺ സാറ് പറയുന്നത്. Okay, the electrons in a sphere of positive charge were like currants, dry fruits in a spherical Christmas pudding. ആ ഒരു സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് പുഡിങ്ങിന്റെ അകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് എങ്ങനെയാണോ ഫില്ല് ചെയ്തിട്ടുള്ളത് അതുപോലെയാണ് ആറ്റത്തില് ഇലക്ട്രോൺസിനെയും പ്രോട്ടോൺസിനെയും അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് തോംസൺ സാർ പറയുന്നത്. We can also think of a watermelon. ഇതിനെ വാട്ടർമെലൺ മോഡൽ എന്നും പറയാറുണ്ട്. ക്രിസ്മസ് പുഡിംഗ് അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ എന്നും പറയാറുണ്ട്. എന്താ വാട്ടർമെലൺ നോക്കുന്ന സമയത്ത് പോസിറ്റീവ് ചാർജ് in an atom, and the atom is spread all over like red edible part of the watermelon, while the electrons are scattered in the positively charged sphere like the seeds. ഒന്നുമില്ല, ഒരു വത്തക്ക തണ്ണിമത്തൻ എടുക്കുന്ന സമയത്ത് തണ്ണിമത്തൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇലക്ട്രോൺസിനെയും പ്രോട്ടോൺസിനെയും നമ്മൾ ഒരു ആറ്റത്തിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നാണ് തോംസൺ സാറ് പറയുന്നത്. എങ്ങനെയാ തണ്ണിമത്തൻ അറേഞ്ച് ചെയ്തതെന്ന് പറയുന്നത് പോലെ പറയുന്നത്, അതായത് തണ്ണിമത്തലിനകത്ത് നിങ്ങൾക്ക് ഒരു റെഡ് പോർഷൻ ഉണ്ട് അല്ലെ, നമ്മൾ കഴിക്കുന്ന ഒരു പോർഷൻ ഉണ്ട് അല്ലെ, റെഡ് കളറിലുള്ള പോർഷൻ. ആ പോർഷൻ എന്ന് പറയുന്നതാണ് പോസിറ്റീവ് ചാർജ്. ഓക്കെ, ആ ഒരു പോസിറ്റീവ് ചാർജ് ആണ് തണ്ണിമത്തന്റെ റെഡ് കളറിലുള്ള, വാട്ടർമെലന്റെ റെഡ് കളറിലുള്ള എഡിബിൾ പോർഷൻ ആണ് അതിന്റെ പ്രോട്ടോൺസ്, പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ ഇടയിൽ സീഡ്സ് ഇല്ലേ, ബ്ലാക്ക് കളറിൽ കുരുക്കളില്ലേ, കുരുക്കളുണ്ട്, സീഡ്സ് ഉണ്ട് അല്ലെ, തണ്ണിമത്തന്റെ സീഡ്സ് ഉണ്ട്, അതാണ് നെഗറ്റീവ് ചാർജ് എന്നാണ് സർ പറയുന്നത്. ഓക്കെ, സോ റെഡ് കളറിലുള്ള എഡിബിൾ പാർട്ട് പോലെ വാട്ടർമെലണിലുള്ള പോർഷനിൽ ആ ഒരു റെഡ് കളറിലുള്ള പോർഷനാണ്, ആ ഒരു മോഡലിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആറ്റം അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നാണ് സർ പറയുന്നത്. അതിനകത്ത് റെഡ് കളറിലുള്ള പോർഷനാണ് പോസിറ്റീവ് ചാർജ്, വേറാസ് ആ സീഡ്സ് ആണ് അതിന്റെ നെഗറ്റീവ് ചാർജ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത് പ്രകാരം ഒരു മോഡലാണ് ഞാൻ ഈ ഡ്രോ ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതാണ് തോംസൺ സാറിന്റെ മോഡൽ അല്ലെ. ഇതിനകത്ത് ഈ റെഡ് കളേർഡ് പോർഷൻ എന്ന് പറയുന്നതാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, റെഡ് കളേർഡ് പോർഷൻ ആണ്. ആൻഡ് ഇതിനകത്ത് കുറെ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള സീഡ്, തണ്ണിമത്തനാണെങ്കിൽ വാട്ടർമെലൺ ആണെങ്കിൽ ഈ നെഗറ്റീവാ, ഇതൊക്കെ ചാർജ് നെഗറ്റീവാ. ഈ സീഡ്സ് ആയിട്ട് പോലെയുള്ള പോർഷൻ, സീഡ്സ് പോലെയുള്ള പോർഷൻ, ഇതാണ് ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്. ഓക്കെ, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ്, പോസിറ്റീവ്ലി ചാർജ്ഡ് മാറ്റർ അല്ലെങ്കിൽ പ്രോട്ടോൺസ് ഇങ്ങനെയാണെന്നാണ് JG തോംസൺ മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ തോംസൺസ് എന്താ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, JG തോംസൺ എന്താ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് നോക്കിക്കേ. ഓക്കെ, an atom consists of a positively charged sphere. Atom consists of a positively charged sphere and the electrons are embedded in it. അല്ലെ, ആറ്റത്തില് ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു സ്പിയർ ഉണ്ട്, അതിനകത്ത് ഇലക്ട്രോൺസ് ഇങ്ങനെ എംബഡ് ചെയ്ത് വെച്ചിരിക്കുക എന്നാണ് ഫസ്റ്റ് പ്രപ്പോസൽ, ഫസ്റ്റ് പോയിന്റ് അതാണ്. എന്താ, an atom consists of a positively charged sphere and the electrons are embedded in it. Clear ആണോ? And the negative and positive charges are equal in magnitude. അപ്പം എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്ര തന്നെ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നാ പറയുന്നത്. അപ്പം positive and negative charges are equal in magnitude. So negative and positive charges are equal in magnitude. So the atom as a whole is electrically neutral. അല്ലെ, എത്ര പോസിറ്റീവ് ഉണ്ടോ, എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്ര തന്നെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ എന്താ റിസൾട്ടന്റ് എന്ന് പറയുന്നത്, എന്താ ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അപ്പം എന്താ തോംസൺ സാർ എന്താ പറയുന്നത്, an atom consists of a positively charged sphere and the electrons are embedded in it. അല്ലെ, ഒരു സ്പിയർ, വാട്ടർമെലൺ പോലത്തെ ഒരു സ്പിയർ ഉണ്ട്, അതിനകത്തുള്ള സീഡ്സ് പോലെ ഇലക്ട്രോൺസ് എന്താണ് അതിനകത്ത് എംബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ്
ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും, ദാറ്റ് മീൻസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് രണ്ടാൾക്കാർക്കും സെയിം ആണ്. എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്ര തന്നെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ ആൻ ആറ്റം ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ അല്ലെ. അതുകൊണ്ട് ഒരു ആറ്റം എന്ന് പറയുന്നത് എപ്പോഴും ഇലക്ട്രിക്കലി എന്താണ്, ന്യൂട്രൽ ആണ് അല്ലെ. പോസിറ്റീവ് നെഗറ്റീവ് എന്തായി പോകും, ക്യാൻസൽ ആയി പോകും അല്ലെ. ഓൾദോ Thomson's model explained that atoms are electrically neutral, the results of experiment carried out by other scientists could not be explained by this model. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇലക്ട്രോൺസിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും, പക്ഷെ പ്രോട്ടോൺസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഉള്ളിലേക്ക് ആവാനാണ് ചാൻസ് ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. കാരണം എന്താ, പ്രോട്ടോൺസ് നമുക്ക് ഈസിലി കിട്ടില്ല. പക്ഷെ വാട്ടർമെലൺ മോഡൽ നോക്കുന്ന സമയത്ത് പ്രോട്ടോൺ ആണെങ്കിലും ചിലപ്പോൾ റെഡ് പാർട്ട് ആയിരിക്കും പുറത്തുണ്ടാവുക. സോ നമുക്ക് ഈസിലി കിട്ടില്ലേ. അപ്പം കുറെ കാര്യങ്ങള് ഈ ഒരു മോഡല് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയുന്നതിൽ പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ. കാരണം ഈക്വൽ എമൗണ്ട് ആണെന്ന് സാർ തന്നെ പറയുന്നുണ്ട്. പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഈക്വൽ എമൗണ്ട് ആണ്. അപ്പൊ ചാർജസ് ബാലൻസ് ആയി പോകുന്നു പറയുന്നുണ്ട്, ന്യൂട്രൽ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ബാക്കി ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. സോ വേറെയും കുറെ മോഡൽസ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് പിന്നീട് വേറെ സയന്റിസ്റ്റുകൾ ചേർന്നിട്ട്. സോ ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്താ ഇപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്, ആറ്റത്തിനൊരു മോഡൽ കൊടുക്കാനാണ്. ആറ്റം എന്ന് പറയുന്ന സ്ട്രക്ചർ അല്ലെ, ഒരു സാധനത്തിന് മുറിച്ച് ഏറ്റവും സ്മോളസ്റ്റ് ആയി എത്തുന്ന പോർഷൻ ആണ് ആറ്റം എന്ന് പറയുന്നത്. ആ ആറ്റത്തിൽ തന്നെ ഇതും പോസിറ്റീവ് ചാർജഡ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്, നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്. പോസിറ്റീവ് ചാർജുള്ള ആൾക്കാരെ നമ്മൾ പ്രോട്ടോൺ എന്ന് വിളിച്ചു, നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരെ നമ്മൾ ഇലക്ട്രോൺ എന്ന് വിളിച്ചു അല്ലെ. ആ ഒരു ഇലക്ട്രോണും പ്രോട്ടോണും കൂടെ എങ്ങനെയാണ് ആറ്റത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ നമുക്ക് ജെ തോംസന്റെ വാട്ടർമെലൺ മോഡൽ കാണാൻ പറ്റി. അല്ലെങ്കിൽ പ്ലം പുഡിംഗ്, അല്ലെങ്കിൽ എന്താ ക്രിസ്മസ് പുഡിംഗ് പോലെ അല്ലെ, പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയും. സോ ആ ഒരു മോഡലിൽ, അതായത് അതിന്റെ വേണ്ട സാധനങ്ങളൊക്കെ എന്താ അതിനകത്ത് എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ, നെഗറ്റീവ് ചാർജ് എംബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഒരു സ്പെറിക്കൽ ഷേപ്പിന്റെ അകത്തുനിന്ന്. ഇതിന്റെ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഈക്വൽ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ചാർജസ് ആണ്. സോ ആറ്റം ഇസ് എൻ ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്നാണ് തോംസൺ സാർ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ബാക്കി എക്സ്പെരിമെന്റ്സിനൊന്നും ഇതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. സോ നമ്മള് വേറെയും കുറെ മോഡൽസ് പിന്നെയും വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും എല്ലാവരും ഈ പോർഷൻസ് ഒക്കെ നന്നായിട്ടൊന്ന് റീഡ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷൻ നോക്കാം. ഓക്കെ.